എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സംഘം. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം T20യിൽ മികച്ച വിജയത്തോടുകൂടി ടീം ഇന്ത്യ അങ്ങനെ ഒരു പുതിയ യുഗത്തിന് തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പുതിയ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെയും പുതിയ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെയും അരങ്ങേറ്റ പോരാട്ടമായിരുന്നു ലങ്കയ്ക്കെതിരെ ഇന്നലെ ഇന്ത്യ കളിച്ചത്. ഒന്നാം T20യിൽ തന്നെ 43 റൺസിൻ്റെ ആധികാരിക വിജയത്തോടുകൂടി പരമ്പരയിൽ മുന്നിലെത്താനും അതോടൊപ്പം തന്നെ ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ പല്ലക്കിൽ നടന്ന ഒന്നാം T20യിൽ 43 റൺസിനായിരുന്നു ഇന്ത്യ ജയിച്ചു കയറിയത്. ഒരുപാട് മാറ്റങ്ങൾ നടത്തി മികച്ച യുവതാരങ്ങൾക്ക് അവസരം നൽകിയുള്ള ഒരു പ്ലേയിങ് ഇലവനായിരുന്നു ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. അപ്പോഴും മലയാള താരം സഞ്ജു സാംസണ് അവസരം കിട്ടാത്തത് നമ്മളെ അല്പമൊന്ന് നിരാശപ്പെടുത്തി. ആദ്യമായിട്ട് ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ ഒരു മികച്ച ചേസിങ്ങിന് ശ്രീലങ്ക ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 19.2 ഓവറിൽ 170 റൺസിന് അവർ പുറത്താവുകയായിരുന്നു. 43 റൺസിനാണ് ഒന്നാം T20യിൽ ശ്രീലങ്കയെ ഇന്ത്യ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ അരങ്ങേറ്റ പോരാട്ടത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറിയോട് കൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഒപ്പം മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സൂര്യ സ്വന്തമാക്കിയിട്ടുണ്ട്. 26 പന്തിൽ 58 റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത്. ഋഷഭ് പന്ത് 49ഉം യശസ്വി ജയ്സ്വാൾ 40 റൺസും നേടിയിട്ടുണ്ട്. ലങ്കയ്ക്ക് വേണ്ടി മദീഷ പതിരണ 4 ഓവറിൽ 40 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടിയപ്പോൾ ഹസരംഗയും ദിൽഷൻ മധുസൻഗയും ഓരോ വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ട്. ഇനി ശ്രീലങ്കയുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഞെട്ടിപ്പിക്കുന്ന തുടക്കം തന്നെയായിരുന്നു ലങ്കയ്ക്ക് കിട്ടിയത്. പിരിയാത്ത ഒന്നാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ 70 റൺസ് അവർക്ക് അടിച്ചുകൂട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പാത്തും നിസംഗ 48 പന്തിൽ 79ഉം കുഷാൽ മെൻഡിസ് 27 പന്തിൽ 45 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം കുഷാൽ പരാര 14 പന്തിൽ 20 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ T20യിൽ നമുക്കറിയാം, റിയാൻ പരാഗ് 1.2 ഓവറിൽ 5 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒപ്പം ഹർഷ്ദീപ് സിംഗും അക്സർ പട്ടേലും 2 വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ട്. ഒന്നാം T20യിൽ 43 റൺസിന് ലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ്. രണ്ടാം T20 ഇന്ന് നടക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.